ഹായ്, ഐ ആം ശ്രീ. ഞാനൊരു PSC ആസ്പിരൻ്റ് ആണ്. ഒരു ഗവൺമെൻറ് ജോബ് ആഗ്രഹിക്കുന്ന ഒരു ബിഗിനേഴ്സിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കേരള PSC ആണ് നോക്കുന്നത് വെച്ചാൽ നമ്മൾ തുളസി PSC സൈറ്റിൽ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ കഫേയിൽ പോയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് വീട്ടിലിരുന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ID ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം നോട്ടിഫിക്കേഷൻ വന്നോ ശ്രദ്ധിക്കണം. എക്സാമിന് അപ്ലൈ ചെയ്യാൻ ഒരു പ്രത്യേകം ഫീസൊന്നും ആവശ്യമില്ല. അപ്പോൾ കഫേയിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ അതിനൊരു സർവീസ് ചാർജ് മാത്രമേ ഈടാക്കുകയുള്ളൂ. പിന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ നമ്മളെ പ്രൊഫൈലിൽ വരും. കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിച്ച് 3 എക്സാം എഴുതാതിരുന്നാൽ നമ്മളെ പ്രൊഫൈൽ ബ്ലോക്ക് ആവുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എക്സാക്റ്റ് എന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് കൺഫർമേഷൻ കൊടുത്താൽ നമ്മൾ നിർബന്ധമായിട്ട് എക്സാം മാക്സിമം എഴുതാൻ നോക്കണം. 3 കാറ്റഗറി വൈസാണ് എക്സാം മെയിനായിട്ട് നടത്താറ്. നമ്മളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ എന്നിങ്ങനെ 3 രീതിയിലാണ് എക്സാം നടത്താറ്. ഇപ്പം 10th ലെവലാണ് എക്സാം വിളിച്ചതെങ്കിൽ ചിലവർക്ക് അത് PGക്കാർക്കോ അല്ലെങ്കിൽ ഡിഗ്രിക്കാർക്കോ എഴുതാൻ പറ്റില്ല. അങ്ങനത്തെ കേസുകളും വരാറുണ്ട്. ചില 10th ലെവൽ എക്സാം ഡിഗ്രിക്കാർക്കോ PGക്കാർക്കോ എഴുതാനും സാധിക്കുന്നുണ്ട്. 2 ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസ് ആണ് ഉണ്ടാവുക, പ്രിലിംസും മെയിൻസും. പ്രിലിംസ് പാസ്സായാൽ മാത്രമേ നമുക്ക് മെയിൻസ് എഴുതാൻ പറ്റും. ചില കേസുകളിൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ചില കേസുകളിൽ മെയിൻസ് എക്സാം എന്ന് പറയുമ്പം റിട്ടേൺ എക്സാംസും ഉണ്ടാവും. ഇനി എങ്ങനെയാണ് പഠിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡിയോ നടത്താം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ബേസ് കിട്ടാൻ അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ സിലബസ് കവർ ചെയ്യണം എന്നൊക്കെ നോക്കണമെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ അല്ലെങ്കിൽ ഓൺലൈനിലായിട്ടോ നമുക്ക് ഒരു കോച്ചിങ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ കോച്ചിങ് എടുക്കാൻ കഴിയാത്തവരാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട. യൂട്യൂബ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലുകളിൽ മെറ്റീരിയൽ അവൈലബിൾ ആണ്. അപ്പോൾ അക്കാര്യത്തിലൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചു തുടങ്ങുമ്പോൾ SCERT NCERT പാഠപുസ്തകങ്ങൾ കവർ ചെയ്യണം. പാഠപുസ്തകങ്ങൾ കളക്ട് ചെയ്തോ അല്ലെങ്കിൽ സമഗ്ര സൈറ്റിൽ നിന്ന് പാഠപുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്തോ നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പല പബ്ലിക്കേഷൻസിൻ്റെ ബുക്കുകൾ ഇന്ന് അവൈലബിൾ ആണ് പാഠപുസ്തകത്തിൻ്റെ. പിന്നെ മെയിനായിട്ട് നോക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. ഓരോ എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ എക്സാമിൻ്റെ സിലബസ് കയ്യിലുണ്ടായിരിക്കണം. അത് നോക്കി വേണം പഠിക്കാൻ.